ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ പള്ളിയിൽ നിന്നിറങ്ങി ശിമോൻ്റെ വീട്ടിൽ ചെന്നു. ശിമോൻ്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവർക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശ്വാസിച്ചു. അതവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവർ ഒക്കെയും അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെയും മേൽ കൈവച്ചു അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തുവെന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു, അവൻ്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. അവനവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തെടുക്കുമ്പോൾ യേശു ഗ്രാമം തോറും പട്ടണം തോറും ശുശ്രൂഷ ചെയ്തത്, ഭൂതങ്ങളെ പുറത്താക്കി രോഗികൾ കടന്നു വന്ന രോഗികൾക്ക് യേശു സൗഖ്യം കൊടുത്തത്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ രോഗസൗഖ്യമുണ്ട്. യേശു കർത്താവ് പുതിയ ആധുനിക ലോകത്തിൽ കൃമികീടങ്ങൾ വളരുവാൻ 1 സ്പൂൺ ജലം മതി. പണ്ടൊക്കെ വലിയ കുളത്തിലെ അഴുക്ക് ചാലുകളൊക്കെ വേണമായിരുന്നു. 1 സ്പൂൺ വെള്ളത്തിൽ വളരുന്ന കൃമികീടങ്ങൾ ഇന്നത്തെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിന് മധ്യത്തിൽ നമ്മുടെ സൂക്ഷ്മത കൊണ്ടല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നമ്മളുടെ മേലുള്ളത് കൊണ്ടാണ്. യേശു നമ്മളുടെ മേലുള്ളത് കൊണ്ടാണ് യേശു നമ്മളുടെ രോഗങ്ങളെ പ്രതിരോധ ശക്തി നൽകി നമ്മളെ വിടുവിക്കുന്നത്. യേശു ദൈവഭയമുള്ളവരായി ദൈവത്തെ ഭയപ്പെട്ട് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനത്താൽ രോഗികൾ ആരെങ്കിലും കേൾക്കുന്നവർ, എല്ലാ രോഗികളും, പല വിധത്തിലുള്ള രോഗികൾ, പലവിധ ഭാരമുള്ളവർ, വീടുകൾ നഷ്ടപ്പെട്ടവർ, പ്രകൃതിയുടെ ദുരിതത്താൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ നിൻ്റെ മക്കൾക്കായി ഈ വചനത്താലുള്ള സൗഖ്യം കൊടുക്കണം. അത്ഭുത വിടുതൽ സൗഖ്യവും കൊടുക്കണം. തൊടുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് ഭൂതത്തെ പുറത്താക്കുവാൻ ശബ്ദത്തിൽ, കർത്താവ് തൊടുമ്പോൾ ശബ്ദത്തിൽ, ടച്ചിൽ, ആ ഡിവൈൻ ഹീലിംഗ് ടച്ചിൽ കർത്താവിൻ്റെ കരുണ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ ദേശത്ത് കർത്താവെ, ഡോക്ടർ ബില്ലി ഗ്രഹാം മുതൽ DGS ദിനകരൻ അങ്കിൾ മുതൽ കർത്താവെ, റെയ്നാൾഡ് ബോംഗെ ഉൾപ്പെടെ അനേക ഭക്തന്മാർ പ്രസംഗിച്ച ഭാരതത്തിൽ, കേരളത്തിൽ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്ത് അനേക ദൈവമക്കൾ പ്രസംഗിച്ച കർത്താവെ, ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സകല ദുരന്ത ശക്തികളിൽ നിന്നും, സകല രോഗക്കെട്ടുകളിൽ നിന്നും, സകല ഭാരങ്ങളിൽ നിന്നും, സകല പ്രയാസങ്ങളിൽ നിന്നും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും വിടുതൽ നൽകിക്കാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.